വിൻ്റർ തുടങ്ങിയ പിന്നെ എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ പല പല മാറ്റങ്ങൾ വന്നു. അതിലൊന്നാണ് കഞ്ഞി. ഒട്ടുമിക്ക ദിവസവും എനിക്ക് കഞ്ഞി തന്നെയാണ്. പിന്നെ ഒന്നാണ് എക്സസൈസ്. നേരത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ വിൻ്റർ തുടങ്ങിയ പിന്നെ ഭയങ്കര മടിയാണ് നടക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ആകെയുള്ളൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നിലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് മാത്രമാണ്. കൊറിയയിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? അതാണ് ചില മൊബൈൽ ആപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് ഇൻഷുറൻസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ. അതാണെങ്കിൽ സ്ക്രീൻഷോട്ടും എടുക്കാൻ പറ്റത്തില്ല, ട്രാൻസ്ലേറ്റും ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എന്തൊക്കെയോ ചെയ്തപ്പോൾ അത് ആകെ ഡിസോർഡറായിപ്പോയി. ഒരു രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ട് ശരിയാക്കിയതായിരുന്നു ഞാനത്. യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇനി എങ്ങനെ അത് ശരിയാക്കുമെന്ന് എനിക്ക് അറിയാനേ പാടില്ല. സാധാരണ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത് എൻ്റെ ചൈനീസ് ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളാണെങ്കിൽ നാട്ടിൽ പോയേക്കുവാണ്. ഇനി ഇതെങ്ങനെ ശരിയാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. സോളൽ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ക്ലാസ്സിൽ പോകുമെന്ന് വിചാരിച്ചതായിരുന്നു. സമ്മതിക്കില്ലാന്ന് തോന്നുന്നു. എന്തായാലും 8th ഫ്ലോറിലാണ് എൻ്റെ ലാബ്. ചില സമയത്ത് ലിഫ്റ്റിലെ ആ സ്വിച്ച് ഞെങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ഓഫീസിൽ വരുന്ന സമയത്ത്, അതായത് ലാബിലേക്ക് വരുന്ന സമയത്ത് 9th ഫ്ലോറിലാണ് പ്രൊഫസറിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ധൃതിയിൽ ഞാൻ വരുന്ന സമയത്ത് ലിഫ്റ്റ് കണ്ടിട്ടുണ്ടായില്ല. എന്നിട്ട് ഈ 9 നിലയും സ്റ്റെപ്പിൽ കൂടെ തന്നെ കയറിയിട്ടാണ് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ട് പ്രൊഫസറെ കാണുമ്പോൾ ഞാൻ അണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊഫസർ ചോദിച്ചു ഓടിയാണോ വന്നേന്ന്. അങ്ങനെയൊക്കെ. അപ്പോൾ ലാബെത്തി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ബൈ ബൈ.